ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്നേ ദിവസം കർത്താവ് അങ്ങ് തിരുസന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, അങ്ങേ ധ്യാനിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഇന്നേ ദിവസം ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 4. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തതിനെ വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഹല്ലേലൂയ, നീ ആഴത്തിലേക്ക് വല വീശ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, എങ്കിലും ഞാൻ പരാജിതനായി, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, നാഥ, ഒന്നും കിട്ടിയില്ല, എങ്കിലും അങ്ങേ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. ഇവിടെ യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം തൊടുന്നതെല്ലാം പരാജയമായിക്കോട്ടെ, ഹല്ലേലൂയ, നമ്മൾക്കൊരു വിജയം, ഒരു മുന്നേറ്റമില്ലാതെ നിൽക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വാക്ക് നീ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്ക് തള്ളിക്കളയരുത്. ഹല്ലേലൂയ. വെളിപാട് 3-ാം അധ്യായം 8 പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്റെ പ്രവൃത്തിയെ കാണുന്നു, ഞാൻ വലിയൊരു വാതിൽ നിനക്കായി തുറന്നിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. കാരണം എന്താ? യേശു പറയുക, ഫിലദൽഫിയ സഭയോടാണ് ഇത് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഇന്ന് നമ്മളോട് യേശു പറയുക, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, പക്ഷെ നിന്റെ പ്രതികൂലത്തിലും നിന്റെ പ്രതിസന്ധിയിലും എൻ്റെ വചനത്തെ നീ മുറുകെ പിടിച്ചെങ്കിൽ, എൻ്റെ നാമത്തെ നീ നിഷേധിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, നിനക്കായി ഞാൻ വലിയൊരു വാതിൽ തുറക്കും, നിന്റെ പ്രവൃത്തിയെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഇവിടെ പരാജിതനായ പത്രോസ്, ശൂന്യമായ പടക്, അവിടുന്ന് എല്ലാ കാര്യങ്ങളും യേശുവിനോട് തുറന്നു പറയുക, നാഥ, ഞാൻ അധ്വാനിച്ചു. ഹല്ലേലൂയ. പത്രോസ് നല്ലൊരു മുക്കുവനാ. പത്രോസിന് പറയാൻ മടിയുണ്ടായിരിക്കും, നല്ലൊരു മുക്കുവന് ഒരു പോലും മീനും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, അവൻ അതൊന്നും നോക്കാതെ, ഹല്ലേലൂയ, യേശുവിന് മുമ്പിൽ താഴ്ന്ന് അവൻ പറയുക, നാഥ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ച് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ്റെ ആവശ്യം അവൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീ ആഴത്തിലേക്ക് വല വീശ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, അവന് ഒരു പടകല്ല, 2 പടക് മുഴുവൻ, ഹല്ലേലൂയ, മുഴുത്ത മീൻകൂട്ടം, 153 മുഴുത്ത മീൻകൂട്ടം. അവൻ പരാജയപ്പെട്ട സ്ഥലത്ത് നിന്ന് അവൻ വല വീശിയപ്പോൾ ആ മീൻകൂട്ടം അവൻ്റെ വലയിൽ കീറിയെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, വല കീറുമാറായി. ആ വലയുടെ കപ്പാസിറ്റി എത്രയുണ്ടോ അത് കർത്താവ് നിറച്ചു. ഹല്ലേലൂയ. കർത്താവ് നിറച്ചു. നിന്നെ സ്ഥലം പോരാതെയാകോളം അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. വല കീറുമാറായെങ്കിലും വല കീറി. ഹല്ലേലൂയ. ഒരു മീൻ പോലും പുറത്തു പോയില്ല. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് തരുന്ന നന്മകൾ, ഹല്ലേലൂയ, നിന്റെ അയൽവക്കക്കാർ നിന്നെ കളിയാക്കിയിരിക്കാം, നിന്റെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ നിന്നെ കളിയാക്കിയിരിക്കാം, പക്ഷേ നിന്റെ ഒരു നന്മയും ചോർന്നു പോവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവ് നിറവിൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ആ വല മുഴുത്ത മീനുകളെ കൊണ്ട് നിറച്ചെങ്കിൽ, ഹല്ലേലൂയ, വല കീറുമാറായെങ്കിൽ, ഒരു നന്മയും പുറത്തു പോയില്ലെങ്കിൽ, ഞാൻ ഉറപ്പോടെ പറയാം, ഹല്ലേലൂയ, നീ ചിന്തിക്കുന്ന വിഷയത്തിൽ, ഹല്ലേലൂയ, നീ പരാജയപ്പെട്ട സ്ഥലത്ത് യേശുവിൻ്റെ വാക്ക് കേട്ട്, ഹല്ലേലൂയ, നീ അത് പ്രാവർത്തികമാക്കുമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കാൻ മതിയായവനാ. ഹല്ലേലൂയ. അനുഗ്രഹത്തിലൂടെ വാക്ക് കേട്ട് അനുസരിക്കണം. ഹല്ലേലൂയ. അനുസരണം എന്ന വാതിലൂടെ കടക്കുമ്പോൾ മാത്രമേ അനുഗ്രഹം നമുക്കുണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. പരാജയനായ പത്രോസ്, ഞാൻ എല്ലാം പരീക്ഷിച്ചു, ഇനി ഞാൻ വല കഴുകി, ഇനിയിപ്പോൾ വല വീണ്ടും എടുത്ത് വീശണ്ടേ, ഞാൻ വീട്ടിലേക്ക് പോവുക എന്ന് യേശുവിനോട് പറയാതെ യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചപ്പോഴാണ് പത്രോസിന് അനുഗ്രഹം ഉണ്ടായെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഹല്ലേലൂയ, നിന്റെ ശൂന്യമായ പടകിനെ നിറയ്ക്കാൻ കഴിയുന്നവനെ കർത്താവ്. ഇന്ന് നീ നോക്കുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. ഹല്ലേലൂയ. ഇന്ന് നോക്കുമ്പോൾ എല്ലാം നിനക്ക് പ്രതികൂലം. ഹല്ലേലൂയ. നീ തൊടുന്നതെല്ലാം പ്രശ്നം. ഹല്ലേലൂയ. എല്ലാം പരാജയം. കർത്താവ് പറയാ, പരാജയപ്പെട്ട് നീ നിൽക്കുമ്പോൾ എൻ്റെ വാക്ക്
കേട്ട് നീ പ്രവർത്തിക്കുമെങ്കിൽ നിന്നെ ഞാൻ നിറയ്ക്കുക തന്നെ ചെയ്യും. ഓ ഹല്ലേലൂയ. കർത്താവെ, ദൈവവചനത്താൽ കർത്താവെ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നമ്മുടെ ശൂന്യതയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എല്ലാം ആക്കി മാറ്റുന്ന കർത്താവിനെ ആശ്രയിപ്പാനും കർത്താവിൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന കർത്താവെ ഓരോ മക്കളായി നമ്മൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടിരിക്കൽ എല്ലാ മഹത്വം സ്വർഗീയ പിതാവെ അങ്ങേക്ക് വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.